അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ മോഹൻലാൽ പോകാത്തതിൽ പ്രതിഷേധവുമായി ഒരു വിഭാഗം. അസഹനീയമായ കമന്റുകളാണ് താരം മലയക്കോട്ട വാലിബന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് പങ്കുവച്ച ചിത്രത്തിന് താഴെ നിറയുന്നത്. വാലിബൻ തങ്ങൾ പരാജയപ്പെടുത്തുമെന്നുള്ള ഭീഷണികളടക്കം കമന്റായി എത്തിയിട്ടുണ്ട്. അതിനു പുറമെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും തമ്മിലുള്ള വാഗ്വാദവും കമന്റ് ബോക്സിൽ കാണാം. നിങ്ങളെക്കാൾ 100 ഇരട്ടി വലിപ്പമുള്ളവരാണ് അവിടെ വന്നിരുന്നത്. ആ പുണ്യഭൂമിയിൽ ഉണ്ടാകാൻ ഒരു യോഗം വേണം, നിങ്ങൾക്കതില്ല, അത്രയേ ഉള്ളൂ. ജയ് ശ്രീറാം എന്നിങ്ങനെയാണ് മോഹൻലാലിനെ വിമർശിച്ചു വന്ന കമന്റുകൾ. ശ്രീരാമ ഭഗവാന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ക്ഷണം ലഭിച്ചിട്ടും നിങ്ങൾ പോകാതെ ഇരുന്നത് വളരെ മോശമായി പോയി. ഇനി നിങ്ങളുടെ സ്നേഹമില്ല. വാലിബൻ പടം ഞാൻ കാണില്ല. നിങ്ങളോട് ഉണ്ടായിരുന്ന വിശ്വാസവും ആരാധനയും എല്ലാം നഷ്ടപ്പെട്ടു. ദൈവത്തെക്കാൾ വലുതല്ലല്ലോ മോഹൻലാൽ എന്നിങ്ങനെ സൈബർ കമന്റുകൾ നിറയുകയാണ്. അമിതാഭ് ബച്ചൻ, രജനീകാന്ത് തുടങ്ങിയ സൂപ്പർ താരങ്ങളെല്ലാം പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയിരുന്നു. അണിയറയിൽ ഒരുങ്ങുന്ന എമ്പുരാന്റെ ഷൂട്ടിങ്ങിനായി വിദേശത്തേക്ക് പോകുന്ന തിരക്കായതിനാലും വാലിബൻ പ്രൊമോഷൻ ഉള്ളതിനാലുമാണ് താരം ചടങ്ങിൽ പങ്കെടുക്കാൻ പോകാതിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. മുമ്പും മോഹൻലാലിനെതിരെ സംഘപരിവാർ സൈബർ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ദ കേരള സ്റ്റോറി എന്ന സിനിമ പ്രദർശിപ്പിച്ചില്ല എന്നാരോപിച്ചായിരുന്നു അന്ന് സൈബർ ആക്രമണം നടത്തിയത്. ഇവൻ ഹിന്ദുവല്ല, ജന്തുവാണ്, ഇയാളുടെ കേണൽ പദവി എടുത്തുകളയണം എന്നിവരെ അന്ന് സൈബർ കമന്റുകൾ നിറഞ്ഞിരുന്നു. മോഹൻലാലിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. താരം രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് പങ്കെടുത്താലും സൈബർ ആക്രമണം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ സംഖ്യെന്ന് വിളിച്ചാണ് സൈബർ ആക്രമണം ഉണ്ടാവുക. ഇപ്പോൾ മതത്തെ നിന്ദിച്ചു എന്നിവരെയായി കാര്യങ്ങൾ. എന്തായാലും മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാറിന് ഈ വിവാദവും പാടെ തള്ളാവുന്നതേ ഉള്ളൂ.